ഹായ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശൂർ. അങ്ങനെ ഹാംസ്റ്റർ ടോക്കൺസ് ലിസ്റ്റിംഗ് കഴിഞ്ഞു. എന്താണ് അവസ്ഥ? എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി അലൈനാണോ? ഇന്നലെ ഒരു സുഹൃത്ത് ഈ മറുപടിയാണ് തന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയാണോ തോന്നിയത്? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹാംസ്റ്റർ കോമ്പാറ്റ് വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് ഞാൻ പറയാം. കാരണം പറയാം, നമ്മുടെ ചാനലിലെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പ് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞതിന്റെ കാരണമൊക്കെ ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഊഹാപോഹങ്ങളുടെ പുറത്ത് ചെയ്തിട്ടുള്ള ഒന്നല്ല അത്. നല്ല രീതിയിൽ അവരുടെ റോഡ് മാപ്പ് അനലൈസ് ചെയ്ത് അവരുടെ പാർട്ട്ണർഷിപ്പിലെ കുറവുകളും പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നതെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങളെ പറ്റി വിശകലനം ചെയ്ത് തന്നെ പറയുന്നതാണ്. ഇന്നലെ ലിസ്റ്റിംഗ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നതാണ് എല്ലാവരും വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചാനലിൽ ലൈവ് വരുന്നു, കോയിൻസ് വിഡ്രോ ചെയ്യുന്നു, ഇപ്പൊ വിഡ്രോ ചെയ്തില്ലെങ്കിൽ ഇനി നടക്കില്ലെന്ന കുറെ ഡയലോഗ്സ്. ഹാംസ്റ്റർ കോമ്പാറ്റ് അല്ല, സ്കാംസ്റ്റർ കോമ്പാറ്റ് ആണ് ഇത് എന്നുള്ള പ്രഹസനം. കുറെ ബ്ലോഗേഴ്സ് സോറി പറയുന്നു, ഇനി ഹാംസ്റ്ററിനെ മറക്കാൻ പറയുന്നു. ഏതോ ഒരു ചങ്ങാതി നമ്മുടെ ഏതോ ഒരു വീഡിയോയുടെ താഴെ വേറൊരു ചാനൽ എന്നുള്ള വീഡിയോന്റെ ലിങ്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണെന്നും പറഞ്ഞ് ഏതൊരു ഹിന്ദിക്കാരന്റെ വീഡിയോ ആണത്. ഇവന്മാർക്ക് ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാവുന്നടാ? ക്രിപ്റ്റോന്റെ രാജാവ്, ക്രിപ്റ്റോ സാമ്രാജ്യത്തിന്റെ അധിപൻ, ഒടുക്കത്തെ ടെക്ക് തന്നെ ലൈഫ് എന്നൊക്കെയാണ് ഇവന്മാരുടെ ചാനലിന്റെ ഒക്കെ പേരുകളൊക്കെ കേട്ടാ. ഇവർക്ക് ശരിക്കും ഈ ക്രിപ്റ്റോ മാർക്കറ്റിനെ കുറിച്ച് അറിയോ? അങ്ങനെയല്ല, ചിലപ്പോ എനിക്ക് വിവരമില്ലാത്തോണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് കേട്ടോ, അറിയില്ല. പിന്നെ ഗെയിമിന്റെ ഒഫീഷ്യൽ ചാനൽസിലെല്ലാം ചീത്തവിളിയും ട്രോളുകളും പൊട്ടിപൂരം. ലിസ്റ്റിംഗ് കഴിഞ്ഞ് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണെന്ന് ഉറപ്പിക്കാനുള്ള ടൈം ഒക്കെ ആയോ? ശരിക്ക് എനിക്കിപ്പോഴും അറിയില്ല ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആണോ അല്ലേ എന്നുള്ള കാര്യം. ആധികാരികമായി ഇത് സ്കാം ആണെന്ന് പറയാനുള്ള എല്ലാ പഴുതുകളും ഡെവലപ്മെന്റ് ടീം ഭംഗിയായി അടച്ചിട്ടുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാം ആവാം, ആവാതിരിക്കാം, ഞാനത് പറയുന്നില്ല. രണ്ടും നമുക്ക് നോക്കാം. നിങ്ങൾ തീരുമാനിക്കണം. നമുക്ക് മൊത്തത്തിൽ അങ്ങ് അനലൈസ് ചെയ്ത് നോക്കാം. റീസൺ 1, എല്ലാവരും പറയുന്നു സ്കാം ആണെന്ന്, അതുകൊണ്ട് സ്കാം ആണ്. ഇത്രയധികം പേര് ഒന്നിച്ച് ഒരു സംഭവം റോങ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് റോങ് ആവാതെ വയ്യ. ഇത് ഇങ്ങനെ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ സിംപ്ലി ഒരു സൈക്കോളജിക്കൽ പ്ലേ അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം ആണ് ഇത്. ഹേറ്റേഴ്സ് കുറെ കാരണങ്ങൾ നിരത്തി ഗെയിം കൊള്ളൂലെന്ന് പറയുന്നു. ഗെയിമിനെ കുറിച്ച്, ഗെയിമിന്റെ പോളിസീസിനെ കുറിച്ച് കൃത്യമായും വ്യക്തമായും ഐഡിയ ഇല്ലാത്തവർക്ക് അത് ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ട് തോന്നും. 2, ഗെയിം കളിക്കുന്നവർക്ക് മുഴുവൻ പൈസ കിട്ടുമെന്ന സ്കീം തന്നെ സ്കാം ആണ്. ക്രിപ്റ്റോ കറൻസീസ് ഫ്രീ ആയി ഏൺ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ക്രിപ്റ്റോ ഫൗസെറ്റ്സ്, സ്റ്റാക്കിംഗ്, പ്ലേ ടു ഏൺ ഗെയിംസ്, പിന്നെ ക്രിപ്റ്റോ മൈനിങ്, റെഫറൽ പ്രോഗ്രാംസ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ലെൻഡിങ്, ലേൺ ആൻഡ് ഏൺ പ്രോഗ്രാംസ്, ബഗ് ബൗണ്ടി പ്രോഗ്രാംസ്, ക്രിപ്റ്റോ ക്യാഷ് ബാക്ക് ഫോർ ഷോപ്പിംഗ്, yield ഫാമിംഗ്, ഫൈനലി എയർ ഡ്രോപ്സ് ലൈക്ക് വാട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ഡിഡ്. ഇത്രയേ എന്റെ അറിവിലുള്ളൂ. വേറെ മെത്തേഡ്സ് കാണുമായിരിക്കും. ഇതൊക്കെ എന്താണെന്നും എങ്ങനെയാണ് വർക്കിംഗ് എന്നും അതുപോലെ ഇതിലുള്ള റിസ്കുകളും ഓൾറെഡി ഇതൊക്കെ ജെന്യൂൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഇനി മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്, അവര് പറഞ്ഞ ഡെഡ് ലൈനിന്ന് ഡീവിയേറ്റ് ചെയ്തു. എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഡിലേ ആയി. ഫസ്റ്റ് എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫ്ലോപ്പ് ആയി എങ്കിൽ അവർ സെക്കൻഡ് എയർ ഡ്രോപ്പ് പറഞ്ഞതിലും നേരത്തെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത്. സോ അതൊരു വാലിഡ് റീസൺ ആണോ? നൗ 4th റീസൺ, എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ കള്ളത്തരം കാണിച്ചു കുറെ പേരെ ചീറ്റേഴ്സ് കാർഡ് കൊടുത്ത് ബാൻ ചെയ്തു. 2.3 ബില്യൺ ചീറ്റേഴ്സിനെ അവര് ബാൻ ചെയ്തു. അവര് തന്നെ അതും പറഞ്ഞ് പോസ്റ്റും ഇട്ടായിരുന്നു. ആരെയൊക്കെയാണ് ബാൻ ചെയ്തതെന്നും അവരതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെയാണ് ബാൻ ചെയ്തിട്ടുള്ളത്. കോണർ സ്റ്റീഫന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ചങ്ങാതി ലണ്ടൻ ബേസ്ഡ് ജേർണലിസ്റ്റ് ആണ്. 2018 തൊട്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, ഡീക്രിപ്റ്റ്, ബ്ലോക്ക് വർക്ക്സ് അങ്ങനെയുള്ള നല്ല പബ്ലിക്കേഷൻസിൽ ക്രിപ്റ്റോ ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈ ചീറ്റിംഗ് ചെയ്ത അക്കൗണ്ട്സ് ബാൻ ചെയ്തത് വഴി മറ്റ് Web3 ഗെയിംസിനെ ഫ്യൂച്ചറിൽ ഫോളോ ചെയ്യാനാവുന്ന ഒരു പവർഫുൾ എക്സാമ്പിൾ ആയി ഹാംസ്റ്റർ കോമ്പാറ്റ് മാറിയിരിക്കുകയാണെന്നാണ് ആള് പറയുന്നത്. ഇപ്പൊ ഈ ഗെയിംസിലൊക്കെ നടക്കുന്ന തങ്ങളുടെ വിലപ്പെട്ട സമയം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്ന ജെനുയിൻ യൂസേഴ്സിന് കിട്ടേണ്ട എയർ ഡ്രോപ്സ് പലപ്പോഴും ബോട്ട്സിനെ വെച്ച് കളിച്ച് ആൾക്കാരെ അടിച്ചു മാറ്റുകയാണ്. ഇത് ആക്ച്വലി ജെനുയിൻ പ്ലെയേഴ്സിനെ മാത്രമല്ല ഒരുപാട് റിസ്ക് എടുത്ത് ഇത്തരത്തിലുള്ള ഗെയിംസ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്
സ്റ്റാർട്ടപ്പ് ടീമുകളുണ്ട്. അവരെ ലൂട്ട് ചെയ്യാണ് ഈ പറഞ്ഞ ബോട്ട്സിനെ വെച്ചൊക്കെ കളിക്കുന്നവർ ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് റീസൺ, ഇത്ര നാളും കഷ്ടപ്പെട്ടിട്ട് ഒന്നും കിട്ടിയില്ല, ലിസ്റ്റിംഗ് പ്രൈസ് വിചാരിച്ചത്ര കിട്ടിയില്ല. അപ്പൊ ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര കിട്ടുമെന്ന് വിചാരിച്ചു? ലിസ്റ്റിംഗ് പ്രൈസ് കുറഞ്ഞാലും ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഉണ്ടോ എന്നതാണ് ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് കറൻസിക്ക് വാല്യൂ കൂടുക. നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? ലിസ്റ്റിംഗ് പ്രൈസ് ഒരുപാട് കൂടുതലായിരുന്നു വിചാരിക്കുക, എല്ലാവരും കോയിൻസ് സെൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ കറൻസി സ്കാർസിറ്റി ഉണ്ടാവില്ല. അപ്പൊ പ്രൊജക്ട് ഫ്ലോപ്പ് ആവും. ഓരോ സ്റ്റാർട്ടപ്പും കമ്പനീസും ഒക്കെ അവരുടെ ഷെയർസ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ടല്ലോ. അന്നേരം ആ ഷെയറിന് അധികം വാല്യൂ ഒന്നും കാണില്ല. ഈ എംപ്ലോയീസ് ആ ഷെയർസ് അപ്പൊ തന്നെ സെല്ലും ചെയ്യില്ല, ഹോൾഡ് ചെയ്ത് പ്രൈസ് കൂടുമ്പോ കൊടുക്കും. അതും ചിലപ്പോ ഡിപ്പെൻസ്. ആ സെയിം ലോജിക്കാണ് ഇവിടെയും. കൂടാതെ ഹാംസ്റ്റർ കോയിൻസ് പോലെ തന്നെ മാർക്കറ്റ് പിടിച്ച ക്രിപ്റ്റോ കറൻസിയാണ് നോട്ട് കോയിൻ. രണ്ടും കമ്മ്യൂണിറ്റി ഡ്രിവൺ മോഡൽസ് ആണ്. അതായത് കമ്മ്യൂണിറ്റി സപ്പോർട്ടിലാണ് എക്സിസ്റ്റൻസ് രണ്ടിന്റെയും. നോട്ട് കോയിൻ മാർക്കറ്റ് പ്രസൻസ് ഗ്രാജുവലി ബിൽഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് അങ്ങനെയല്ല. ഈ രണ്ട് കോയിൻസും കമ്പയർ ചെയ്യുമ്പോഴാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ ഒരു സ്പെക്യുലേറ്റീവ് നേച്ചർ, അതായത് ഊഹക്കച്ചവടം, ആ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാവുക. ആളെ ചേർക്കൽ പരിപാടി പണ്ടേ ഉടായ്പാണ്. അതാണ് 6ാമത്തെ റീസൺ. ഇത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് മിസ്റ്റർ. ഇത്ര വലിയ കമ്മ്യൂണിറ്റി വിത്തിൻ മന്ത്സ് ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം ബിൽഡ് ചെയ്തു. ഇതൊരു ടീം വർക്ക് ആണെന്ന് അവർ പറയുന്നുണ്ട്. പ്രൊജക്ട് മുന്നോട്ട് പോവും എങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ 7th, ക്രിപ്റ്റോ കറൻസി തന്നെ ഫ്രോഡാണ്. എനിക്കൊന്നും പറയാനില്ല. ഒരു ബിറ്റ് കോയിനെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേ. ഇനി നെക്സ്റ്റ് റീസൺ, ടോക്കൺ ലിസ്റ്റിംഗ് വരില്ല എന്നായിരുന്നു ഒരു പോയിന്റ് വരെ ഹേറ്റേഴ്സ് പറഞ്ഞിരുന്നത്. അതിനി ഞാനിവിടെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ലിസ്റ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയട്ടെ, ഇതൊരു എഡ്യൂറ്റൈൻമെന്റ് ഗെയിം ആണെന്ന് അവര് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിറ്റിയെ മാക്സിമം എൻഗേജ്ഡ് ആക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇതുവരെയും. എഡ്യൂറ്റൈൻമെന്റ് ഗെയിം എന്താണെന്ന് നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനിയും സ്കാം ആണോ ഹാംസ്റ്റർ കോമ്പാറ്റ്? മുൻപ് നടന്നിട്ടുള്ള ക്രിപ്റ്റോ സ്കാംസ് കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് വൺ കോയിൻ സ്കാം ആണ്. പോൺസി സ്കീം പോലെയുള്ള സംഭവമായിരുന്നു അത്. ആ കറൻസി ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിൽ ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് അവർ ബില്യൺസ് മുക്കിയെന്നാണ് പറയുന്നത്. സോ നമ്മുടെ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്കീംസ് ആണ്. പ്രൈസ് പ്രെഡിക്ഷൻ വല്ലാതെ ഹൈപ്പ് കൊടുത്ത് ആൾക്കാർ ഇനിയും പ്രൈസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് ടോക്കൺസ് വാങ്ങിക്കൂട്ടും. ഇതിന്റെ പുറകിലുള്ളവർ അതിന് ശേഷം നൈസായി മുങ്ങും. ഇനി അടുത്തൊരു സ്കാം എന്ന് പറയുന്നത് എക്സിറ്റ് സ്കാം. ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് കുറെ ഫണ്ട് റേസ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ഡെവലപ്പേഴ്സ് മുങ്ങും. ഇൻവെസ്റ്റേഴ്സിന്റെ പക്കൽ കുറെ ടോക്കൺസ് മാത്രം ബാക്കിയാവും. ഈ പമ്പ് ആൻഡ് ഡംപ് സ്കീം അല്ലെങ്കിൽ എക്സിറ്റ് സ്കാം നടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ലിസ്റ്റിംഗ് വരുന്നതിന്റെ തലേ ദിവസം ഹാംസ്റ്റർ കോമ്പാറ്റ് ടീം റോഡ് മാപ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നല്ലോ. അതിൽ അവർ പറഞ്ഞു ആഡ് ഇൻകം യൂസ് ചെയ്ത് അവർ ടോക്കൺസ് ബൈബാക്ക് ചെയ്യുന്നു. ഇത് കേട്ട് കുറെ യൂസേഴ്സ് ടോക്കൺ വാങ്ങൂല. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇനിയും ഇത് സ്കാം ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. മറ്റെല്ലാ തരത്തിലും നോക്കിയാൽ സ്കാം ആണെന്ന് ആരോപിക്കാൻ മാത്രം കഴിവുള്ള യാതൊന്നും ഇതുവരെ ഞാൻ കണ്ടില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിപ്റ്റോ കറൻസി എന്ന ഒരു വലിയ കോൺസെപ്റ്റിനെ സാമാന്യവൽക്കരിക്കുന്നതിൽ, അതായത് നോർമലൈസ് ചെയ്യുന്നതിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് വിജയിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. പുതിയതായി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയ ശേഷം മനസ്സിലാക്കിയിട്ടില്ലേ? ക്രിപ്റ്റോ ട്രേഡിങ്ങിന് ഇറങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഗുണമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ബൈ ദ ബൈ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമന്റ് പ്ലീസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ സൈനിങ് ഓഫ്, മലയാളി ഫ്രം തൃശൂർ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.